പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേദലേ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. കർത്താവ്, ത്വക്ക് രോഗങ്ങളുടെ അനുഭവമുണ്ട് കർത്താവ്. അതുപോലെ തന്നെ വിസർപ്പ രോഗങ്ങളുണ്ട് ഈശോയെ. അതുപോലെ തന്നെ അരസ്വസ്ഥ രോഗങ്ങളുണ്ട് ഈശോയെ. അതെല്ലാം വിശുദ്ധമായ രഥ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കടങ്ങൾ, സാമ്പത്തിക ബാധ്യതകളാൽ വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാശ് തട്ടിച്ചെടുത്തവരുണ്ട് ഈശോയെ. വഞ്ചിക്കപ്പെട്ടവരുണ്ട് ഈശോയെ. വ്യക്തികൾ കർത്താവെ, ഏറ്റവും അടുത്ത വ്യക്തികൾ അകാലത്തിൽ വിയോഗപ്പെട്ടതിൻ്റെ പേരിൽ
കൈയും കാലും അനങ്ങാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാലാതെ കുഴങ്ങി മനസ്സ് ഇടിഞ്ഞിരിക്കണവരുണ്ട് ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ, ഇന്ന് നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ എഴുത്തുകൾ, തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാട് വെളിപാടിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമാണ്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നിത്യതയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗ അനുഭവങ്ങളുടെ ഭാഗമായിട്ടാണ് യോഹന്നാന് വെളിപാട് കിട്ടണമെന്നാണ്. പക്ഷെ അതല്ല, അവൻ 4 ജീവികൾക്ക് മുമ്പിൽ നിൽക്കുന്നില്ല, 4 സുവിശേഷ മുമ്പിലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സുവിശേഷം ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സഹനങ്ങളിലൂടെയാണെങ്കിലും സുവിശേഷത്തിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുകയും നമ്മൾ ലോകത്തെ ജയിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സഹിക്കുന്ന കുഞ്ഞാട് ജയിക്കുന്ന കുഞ്ഞാടായിട്ട് ഓരോ ദിവസവും ദൈവം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വചനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വെളിപാട് 7, 11, 12. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും. ഇവിടെ ആരൊക്കെയാണുള്ളത്? സിംഹാസനം, അവിടെ ആരാ ഉള്ളത്? ഈശോ. പിന്നെ എന്താണ്? ശ്രേഷ്ഠന്മാർ, ആര്? അപ്പോസ്തലന്മാരും രക്തസാക്ഷികളും. പിന്നെ ആരാ? 4 ജീവികൾ, 4 സുവിശേഷങ്ങൾ. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ്. അപ്പോൾ ഇത്രയും സെറ്റപ്പിൻ്റെ മുമ്പിലാണ് നമ്മൾ. ഇപ്പോൾ വചനമുണ്ട്, വചനം ജീവിച്ച വേദസാക്ഷികളും രക്തസാക്ഷികളുമായിട്ടുള്ള വിശുദ്ധന്മാരുണ്ട്. പിന്നെ എന്താണ്? സിംഹാസനമുണ്ട്. ഈ വചന മാംസമായ ഈശോയുണ്ട്, മരണത്തെ ജയിച്ച കർത്താവ് ഈശോയുണ്ട്. അത്രയും മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഈ ഭൂമിയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കണത്. എന്താ പറയണത്? എന്താ ദൈവത്തിന് പറയണത്? ആ വാചകം വായിച്ചേ. ആമേൻ. ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും. അപ്പൊ സ്തുതി, മഹത്വവും, പിന്നെ ജ്ഞാനവും കൃതജ്ഞതയും, ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കളർ വ്യത്യാസങ്ങളില്ലേ, വ്യത്യസ്തങ്ങളായ കാലാവസ്ഥ. ഈ കാലാവസ്ഥകൾക്ക് ഒരു വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ ഇത്രയും പ്രാർത്ഥനാ രീതികളുണ്ട്. നമ്മളെ സ്തുതി, മഹത്വം, പിന്നെ ജ്ഞാനം. അത് ധ്യാനമാണ്. ദൈവിക പദ്ധതികൾ അത് അതിനകത്ത് വരുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. മാതാവ് ടഫ് ടൈമില്ലേ, ടഫ് ടൈം വരുമ്പോൾ മാതാവ് എന്ത് ചെയ്യും? ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. അതാണ് ലൂക്ക 2:19. ജ്ഞാനത്തിലാണ് ഈ ലൂക്ക 2:19 വരണത്. കൃതജ്ഞത, നന്ദി, ദൈവാനുഗ്രഹത്തിൻ്റെ നമ്മളെ പ്രതിനിധിയായിട്ട് പറയണ കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാം കുഞ്ഞാടൻ്റെ ക്വാളിറ്റീസാണ്. കാര്യം അവൻ ബഹുമാനത്തിൻ്റെ മേൽ ബഹുമാനം നേടിയവനാണ്. അവനെന്താണ്? അവനെ തന്നെ ആകയാൽ ദൈവം അവൻ അത്യധികം ഉയർത്തിയെന്ന് പറഞ്ഞില്ലേ? അതാണ് ബഹുമാനം അവന് വരാൻ കാര്യം. അവന് ബഹുമാനം പറഞ്ഞത് എന്താണ്? ആകയാൽ ദൈവം അത്യധികം ഉയർത്തി, അഡീഷണലായിട്ട് അവനെ ഉയർത്തി. എന്താ കാര്യം? അവൻ പ്രകൃതിയ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള മുറുകെ പിടിക്കുന്ന കാര്യം പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം കുഞ്ഞാടനെ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടായി അവൻ. അതുകൊണ്ട് എന്തു ചെയ്യും? ദൈവം അവനെ മഹത്വീകരിച്ചു. ആ മഹത്വം എന്നത് എങ്ങനെയാണ്? അവൻ കുഞ്ഞാടായി കഴിഞ്ഞപ്പോൾ ദൈവമാണ്. ആകയാൽ ദൈവം അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അപ്പോഴാണ് ഈ കുഞ്ഞാട് മഹത്വീകരിക്കപ്പെടുന്നത്. അതിനെ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടാണ്. അപ്പോൾ അത് നമ്മളും ചില സമയത്ത് ഈ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടായി മാറും. 100 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ റീസൺ അനുസരിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കൈ ചൂണ്ടുന്നതിൻ്റെ മുമ്പിൽ അകപ്പെട്ട് നിൽക്കുകയും എന്നിട്ട് നമ്മൾ ദൈവഹിതം തന്നെ
പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രതിയോഗികൾക്ക് നമ്മൾ ദൈവഹിതമാണ് പാലിക്കണമെന്ന് മനസ്സിലാകാതിരിക്കുകയും നമ്മൾ അതിൻ്റെ പേരിൽ നമ്മളെ പഴിചാരുകയും ചെയ്തിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുകയും ചെയ്യണമാണ് ഈ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയണത്. അതൊരു ഭയങ്കര സംഭവമാണത്. അല്ലാതെ നിങ്ങളവർക്കത് മരിച്ചു ചെല്ലുമ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ദൈവം മഹത്വീകരിക്കപ്പെടാണ്, അതല്ല. ഓരോ അനുഭവങ്ങളും അങ്ങനെയാണ്. മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടിലേക്കുള്ള ദൂരമാണ് നമ്മുടെ. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന എന്താണ്? സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും അധികാരം മരണത്തിന്റെ മേലും ഇവന് അധികാരം കിട്ടിയല്ല. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ മേലും എല്ലാവരുടെ മേലുമുള്ള മരിക്കുന്ന എല്ലാത്തിൻ്റെ മേലും ഇവന് ആധിപത്യമായി. അത് വല്ലാത്ത വെളിപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാം. മറ്റ് സുവിശേഷമായിട്ട് നടിക്കുമ്പോൾ ഇതിൻ്റെ ഈ റെവലേഷൻ ലെവലെന്ന് പറയണത് ഒരു 3 ഇരട്ടിയോ മറ്റെയാണ് ഈ വെളിപാടിൻ്റെത്. കാര്യം ഇതിൻ്റെ ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന ദൈവം ഒരുക്കിയ സംഭവങ്ങളെല്ലാം കംപ്രൈസ് ചെയ്താണ് വെളിപാടിൽ വെക്കുന്നത്. അത് നമ്മളവർക്ക് അത് നമുക്കൊന്നും മനസ്സിലാകാത്തതാണ്. അത് ലോകത്തിന് നമ്മൾ മരിച്ചു ചെല്ലുമ്പോഴുള്ള സ്വർഗത്തിൻ്റെ കാഴ്ചകളാണ്. ഒന്നുമല്ല, ഈ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടൊക്കെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുക്രിസ്തുവിനെ ഏറ്റെടുക്കുന്നവൻ, സ്വീകരിക്കുന്നവൻ കടന്നു പോകുന്ന ഓരോ ആധ്യാത്മിക കാലാവസ്ഥകളാണ്. അവിടെയൊക്കെ എല്ലാം കുഞ്ഞാട് വിജയിച്ച് നിന്നിട്ട് അവിടെയാണ് അതിനുള്ള പ്രാർത്ഥനയാണ് ആമേൻ. എന്ത് കിട്ടിയാലും ആമേൻ എന്ന് പറയും. ഇപ്പം പിടിയിടില്ലേ? ഓക്കെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.